ഹായ് ഡിയേഴ്സ്, ഫസൽ സാറാണ്. അപ്പോൾ മക്കളെ, നമ്മുടെ റൊട്ടേഷൻ, റവല്യൂഷൻ, മൂവ്മെൻറ്റ്സ് ഓഫ് എർത്ത്, പരിക്രമണം, ഭ്രമണം, അതുപോലെ ഭൂമിയുടെ ചലനങ്ങൾ, ഈ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്ന് പല മക്കളും ചോദിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടാന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. അത് ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് പോവുകയാണ്. അതിന് മുന്നേ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം, കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് എങ്ങനെ പഠിക്കേണ്ടത്. ഏട്ടാ, നിങ്ങൾ എന്തിനാണ് കൺഫ്യൂഷനായിട്ടിരിക്കുന്നത്? ഇന്ന് രാത്രി 7 മണിക്ക് ഞാനും മത്സൽ സാറും വരുന്നില്ലേ? അതങ്ങ് സെറ്റാക്കി തരൂലേ? ഇതിൽ വന്ന 40-ൽ 40 കിട്ടൂലേ? നിങ്ങൾ എന്ത് ചെയ്യണ്ട, വെറുതെ നിങ്ങൾ മടിച്ചിക്കണ്ട. നിങ്ങൾ വിത്ത് യുവർ ഫ്രണ്ട്സിന് എന്തായാലും കൊണ്ടുവരണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൊണ്ട് നേരെ ഇങ്ങ് പോരേണ്ടി. എന്തായാലും അടിച്ചു പൊളിക്കാം. മാക്സിമം ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാനും, അതുപോലെ അടിയിൽ നല്ലൊരു കമൻറ്റ് പാസ്സാക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യേണ്ട. ഒരു മടി ഉണ്ടാവേണ്ട. നമ്മുടെ പിള്ളേരല്ലേ, ഓക്കെ, നമ്മുടെ സാറന്മാരല്ലേ. നോക്കും, വാട്ട് ഈസ് IST? എന്താണ് ഇന്ത്യൻ മാനക സമയം? അതിൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, എന്താണ് ലോക്കൽ ടൈം, പ്രാദേശിക സമയം എന്ന് വെച്ചാൽ എന്താണ്? ഇത് രണ്ടും നമുക്ക് നോക്കണം. ഇത് എക്സാമിന് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ പല സമയങ്ങളുണ്ട്. അതൊക്കെ ജസ്റ്റ് നോക്കണം. ഗ്രീനിച്ച് മീൻ സമയമുണ്ട്, ഗ്രീനിച്ച് സമയം 0 ഡിഗ്രിയിൽ ഉണ്ടാകുന്ന സമയം, അതൊക്കെ അറിയില്ലേ, നമുക്ക് പറയാം. അതൊക്കെ ഒന്ന് വൈകിട്ട് പറയും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നോക്കും, അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു രാജ്യത്തിന് പല ടൈം സോൺസ് ഉണ്ടാകും, പല ടൈം സമയമേഖലകൾ ഒരുപാടുണ്ടാകും. അപ്പോൾ അതിനൊരു യൂണിഫോം ആക്കാൻ വേണ്ടി, ഒരുപോലെ ആക്കാൻ വേണ്ടി നമ്മൾ എന്തെടുക്കും? ആ രാജ്യത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്ത് കൂടെ പോകുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡ്, ഒരു രേഖാംശ രേഖ, അത് 7.5 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, 7.5ൻ്റെ മൾട്ടിപ്പിളും കൂടെ ആയിരിക്കണം. ആ ഒരു രേഖയാണ് ആ രാജ്യത്തിൻ്റെ ഏത് രേഖ എന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്നത്. എന്താണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്നത്? എന്താ സ്റ്റാൻഡേർഡ് മെറിഡിയൻ്റെ മലയാളം? മാനക രേഖാംശം എന്ന് പറയുന്നത്. അങ്ങനെ ഈ മാനക രേഖാംശം നമുക്ക് കിട്ടും ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്നത് 82.5 ഡിഗ്രിയാണ്. 82.5 ഡിഗ്രി ഈസ്റ്റ് കിഴക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 82.5 ഡിഗ്രി ഈസ്റ്റിലെ ലോക്കൽ ടൈമാണ്. 82.5 ഡിഗ്രി ഈസ്റ്റിലെ ലോക്കൽ ടൈം അഥവാ ഈ പ്രാദേശിക സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രാദേശിക സമയമാണ് എന്തെന്ന് പറയുന്നത്? IST എന്ന് പറയുന്നത്, ഇന്ത്യയുടെ മാനക സമയം എന്ന് പറയുന്നത്. സാർ, അപ്പോൾ എന്താണ് ഈ ലോക്കൽ ടൈം? അതാണല്ലോ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. ലോക്കൽ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, സണ്ണിൻ്റെ പൊസിഷൻ അനുസരിച്ച്, സൂര്യൻ്റെ സ്ഥാനത്തിനനുസരിച്ച്, ആരുടെ സ്ഥാനമാണ്? സൂര്യൻ്റെ സ്ഥാനത്തിനനുസരിച്ച് പണ്ട് കാലത്ത് ഈ നിഴൽ അഥവാ ഷാഡോ, ഇതിനൊക്കെ ബേസ് ചെയ്ത് നമ്മൾ സമയം കണക്കാക്കുന്നതിന് പറയുന്ന പേരാണ് ലോക്കൽ ടൈം അല്ലെങ്കിൽ പ്രാദേശിക സമയം എന്നുള്ളത്. ഇത് നമ്മൾ മാറിപ്പോവാൻ പാടില്ല. ഇനി ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചോദിക്കും, എന്താണ് ഈ മാനക സമയത്തിൻ്റെ പ്രാധാന്യം? ഈ സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ രണ്ടറ്റങ്ങൾ തമ്മിൽ, ഒരറ്റത്ത് 68 ഡിഗ്രിയാണ്, ഒരറ്റത്ത് 97 ഡിഗ്രിയാണ്. അതിൻ്റെ കൂടെയുള്ള നിങ്ങൾ എഴുതിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത് രണ്ടും തമ്മിൽ ഏകദേശം 30 ഡിഗ്രി വ്യത്യാസമുണ്ട്. 30 ഡിഗ്രി വ്യത്യാസം എന്ന് വെച്ചാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, 2 മണിക്കൂർ വ്യത്യാസം. ഒരറ്റത്ത് 10 AM, രാവിലെ 10 മണിയാണെന്ന് വിചാരിക്കുക. ഒരറ്റത്ത് 10 AM ആണെന്ന് വിചാരിച്ചാൽ ഇവിടെ 12 മണിയായിട്ടുണ്ടാവും, ഉച്ചക്ക് 12 മണിയായിട്ടുണ്ടാവും. 2 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നമുക്കൊരു റേഡിയോ സംപ്രേഷണം ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. അതുപോലെ ട്രെയിനിൻ്റെ സമയം നമ്മൾ കണക്കാക്കുമ്പോൾ ബുദ്ധിമുട്ടാകും. അതുപോലെ IPL മാച്ച് തുടങ്ങുമ്പോൾ ബുദ്ധിമുട്ടാകും. ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നമുക്ക് വെക്കാൻ പറ്റില്ല. എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. പരീക്ഷ വെക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരുപാട് ഡിഫിക്കൽട്ടി വരും, ബുദ്ധിമുട്ടുകൾ വരും പരീക്ഷയുടെ കാര്യത്തിലേക്ക്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇന്ത്യയുടെ ഏകദേശം മധ്യത്തിലൂടെ പോകുന്ന 82.5 ഡിഗ്രി ഈസ്റ്റ് അഥവാ കിഴക്കിനെ പിടിച്ച് നമ്മൾ IST കാണുന്നത്, അഥവാ മാനക സമയം കാണുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നാൽ വളരെ ഭംഗിയായിട്ട് നമ്മൾ എഴുതി കൊടുക്കണം. എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കാക്കു പഠിപ്പിക്കും. എപ്പോൾ പഠിപ്പിക്കും? രാത്രി 7 മണിക്ക്. നിങ്ങൾ ഫ്രണ്ട്സിനെയും കൂട്ടി ഇങ്ങ് വന്നാൽ മതി. ഇതൊക്കെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെയൊന്നും വരച്ചൊന്നും ഇങ്ങനെയൊന്നും ആരും പറഞ്ഞൊന്നും തരില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കുക, എല്ലാവരിലേക്ക് എത്തിക്കുക. താഴെ ഇഷ്ടപ്പെട്ട കമൻറ്റൊക്കെ ഒന്ന് പാസ്സാക്കുക. ഇതിനൊരു മടി ഉണ്ടാവരുത്. എന്നാലേ ഞങ്ങൾക്ക് കൂടുതൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ തരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് പേരുള്ളൂ, അതുകൊണ്ടല്ല, എല്ലാവരിലേക്ക് എത്തിക്കണം. കേരളം മൊത്തം പഠിക്കട്ടെ. നമുക്ക് കാണാം മക്കളെ. താങ്ക് യു, ബൈ, സി യു സൂൺ.